ഭക്തരുടെ മനസ്സിൽ തീരാവേദനയായി മാറുകയാണ് കൊല്ലം കുണ്ടറ മുളവനയിലെ മഹാദേവ ക്ഷേത്രം. പുനരുദ്ധാരണത്തിന്റെ പേരിൽ ചിലർ തകർത്ത പുരാതന ക്ഷേത്രം 11 വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല. വർഷങ്ങളേറെയായി ബാലാലയത്തിലെ പ്രതിഷ്ഠ തൊഴുത് കണ്ണീരോടെയാണ് ഇവിടെ എത്തുന്നവർ മടങ്ങുന്നത്. ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി നിയമ പോരാട്ടം നടത്തുകയാണ് ഭക്തർ. ചിത്രത്തിൽ കാണുന്ന വട്ട ശ്രീകോവിലോടുകൂടിയ മനോഹര ക്ഷേത്രമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയുണ്ടായിരുന്നത്. നിത്യപൂജയും ഉത്സവവും മുടങ്ങാതെ നടന്നിരുന്ന പുരാതന ക്ഷേത്രം. കടലായി മഠത്തിന്റെ ഊരായ്മയിലുള്ള ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് 1980കളോടെ നാട്ടുകാരെയും ഉൾപ്പെടുത്തി. അന്നത്തെ കാരണവരായ മൂർത്തിനാരായണൻ നമ്പൂതിരിയാണ് ഒരു ജനകീയ സമിതി രൂപീകരിച്ചത്. പിന്നീട് നാനാദേശത്തു നിന്നും ഭക്തർ ദർശനത്തിനായി എത്തുകയും ക്ഷേത്രത്തിലെ വരുമാനം വർദ്ധിക്കുകയും ചെയ്തു. ഇതോടെ ഇടതു രാഷ്ട്രീയത്തിൽ അക്കാലത്ത് സജീവമായിരുന്ന നാട്ടിലെ ചില പ്രമാണികൾ ക്ഷേത്രത്തിൽ കണ്ണുവയ്ക്കുകയും ഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനായി ക്ഷേത്ര നടത്തിപ്പിനെതിരെ ഇവർ പലതരത്തിൽ കരുക്കൾ നീക്കി. പിന്നീട് കയ്യൂക്കിന്റെ ബലത്തിൽ ക്ഷേത്രഭരണം പിടിച്ചെടുത്തു. ജനകീയ സമിതിയെ പുറത്താക്കിയ ശേഷം 15 വർഷമായി ഉത്സവം നിർത്തിവെച്ചു. തുടർന്ന് പുനരുദ്ധാരണം എന്ന പേരിൽ ഇവർ ഭക്തജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. 600 വർഷം പഴക്കമുള്ള യാതൊരു കേടുപാടുകളും സംഭവിക്കാത്ത കരിങ്കൽ നിർമ്മിതമായ പുരാതന ക്ഷേത്രം 11 വർഷം മുമ്പ് JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ഭക്തജനങ്ങളെല്ലാവരും ആവശ്യപ്പെടാറുണ്ട്. പല സമയങ്ങളിൽ ഇവരാകപ്പാടെ വരുന്നതെന്ന് പറഞ്ഞാൽ ശിവരാത്രിയും പിന്നെ വൃശ്ചിക മാസത്തെ 60 ദിവസത്തെ ചെറുപ്പുണ്ട്. ഇതാണ് ഇവരുടെ ഒരു ലക്ഷ്യം. ഇത് നടത്തുക, ശിവരാത്രി നടത്തുക. ഇവിടെ മറ്റു കാര്യങ്ങളൊന്നുമില്ലെങ്കിലും പറയിടുന്നതിലും നല്ലൊരു വരുമാനം കിട്ടും. ഇത് മേടിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് കവിഞ്ഞ് അമ്പലം നിർമ്മിക്കണമെന്നോ ഇവിടെ നല്ല രീതിയിലൊരു ക്ഷേത്രം ഉണ്ടാവണമെന്നുള്ള താല്പര്യം അവർക്കില്ല. ക്ഷേത്രത്തിലെ തിരുവാഭരണവും പീഠത്തിനടിയിലുണ്ടായിരുന്ന നവരത്നങ്ങളും പുരാതന ചെമ്പോല ലിഖിതങ്ങളുമൊക്കെ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. പലതവണ ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ഭക്തർ ഭാരവാഹികളെ സമീപിച്ചിട്ടും കാര്യമുണ്ടായില്ല. 3 വർഷം മുമ്പ് നാട്ടിലെ ഭക്തർ ചേർന്ന് കൊല്ലം ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചു. 25 വർഷമായിട്ട് ഈ ഭരണസമിതിയുടെ കയ്യിലിരിക്കുകയാണ്. ഒരു നിർമ്മാണ പ്രവർത്തനം കഴിച്ചില്ല. ഇവിടുന്ന് കിട്ടുന്ന വരുമാനമല്ല അവർ കൊണ്ടുപോയി അവരവരുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കുക. ഇത്രയും നല്ലൊരു ക്ഷേത്രം, അതായത് കല്ലിൽ പണിഞ്ഞതാണ്. ഇങ്ങനൊരു ക്ഷേത്രം കൊല്ലം ജില്ലയിൽ ഇല്ല. ഇത് പൂർണ്ണ ശിവനായിരുന്നു. ഈ ക്ഷേത്രം മൊത്തം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒരു പുനരുദ്ധാരണം അവർ ചെയ്യുന്നില്ല. ഞങ്ങൾ നിയമപരമായിട്ട് കേസിന് പോയിട്ടുണ്ട്. ഇവരോട് സ്നേഹത്തോടും എങ്ങനെയെങ്കിലും ഈ നാട്ടുകാർക്ക് വേണ്ടി ഈ ക്ഷേത്രം ഒന്ന് വിട്ടുതരാൻ പറയുക. അവർ തരത്തില്ല. ഏത് മാർഗവും ഞങ്ങൾ സ്വീകരിക്കാൻ തരാം. അവരോട് ഏത് മാർഗവും ഞങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ബന്ധുക്കളെ കൊണ്ടും ഈ നാട്ടുകാരെ കൊണ്ടും ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരെ കൊണ്ടും ഒക്കെ സംസാരിച്ചു നോക്കി. പക്ഷെ അവരൊന്നിനും സഹകരിക്കുന്നില്ല. അവർക്ക് ഇതിൻ്റെ വരുമാനം അടിച്ചുകൊണ്ട് പോകണം. അവരെ നിത്യ ചെലവഴിക്കണം. അതിനൊരു മാർഗമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. മുൻപ് പ്രമാണിമാർക്കൊപ്പം കമ്മിറ്റിയിലുണ്ടായിരുന്ന സെക്രട്ടറി ഇന്ന് ഭക്തരോടൊപ്പം ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായുണ്ട്. ഇവരുമായിട്ട് യോജിച്ചു പോകാൻ പറ്റത്തില്ല. നമ്മളെന്ത് പറഞ്ഞാലും ഇവരത് ഉൾക്കൊള്ളത്തില്ല. ഒരു കമ്മിറ്റി വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കത്തില്ല. ഇവരുടെ കുറച്ച് ശില്പബന്ധികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഞാൻ പയ്യെ പലയിടത്തായി കിടക്കുന്ന ക്ഷേത്രത്തിലെ കരിങ്കല്ലുകളും തടികളുമൊക്കെ കാണുമ്പോൾ ഭക്തരുടെ നെഞ്ച് നീറുകയാണ്. താൽക്കാലികമായി നിർമ്മിച്ച ബാലാലയത്തിൽ വർഷങ്ങളായുള്ള പ്രതിഷ്ഠ തൊഴുതു മടങ്ങുന്നവരുടെ കണ്ണുനീർ ഈ മണ്ണിൽ വീഴുന്നുണ്ട്. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും ക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോവുകയാണ് മുളവനയിലെ ഗ്രാമവാസികൾ. ഭക്തർക്കൊപ്പം ഹൈന്ദവ സംഘടനകളും രംഗത്തുണ്ട്. ജനം, കൊല്ലം.